നമസ്കാരം. ആധുനിക ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1947 മുൻപ് 47 ശേഷം എന്ന് നമ്മൾ പഠിക്കേണ്ടി വരും. അതിൽ തന്നെ കൃത്യമായിട്ട് രണ്ട് രാഷ്ട്രീയ ധാരകളെ കുറിച്ച് പഠിക്കേണ്ടി വരും. 1947 മുമ്പ് നമ്മൾ പഠിക്കേണ്ട രണ്ട് രാഷ്ട്രീയ ധാരകൾ, ഒന്ന് കോൺഗ്രസും മറ്റൊന്ന് മുസ്ലിം ലീഗുമാണെങ്കിൽ 1947 ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ പഠിക്കേണ്ടത് സംഘപരിവാർ നയിക്കുന്ന ഒരു രാഷ്ട്രീയവും കോൺഗ്രസ് നയിക്കുന്ന മറുവശ രാഷ്ട്രീയവുമാണ്. നോക്കൂ, ഞാൻ എൻ്റെ വീഡിയോകൾ ഒരാൾ കാണുകയാണെങ്കിലും നിങ്ങളത് പൂർണ്ണമായി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം എവിടെ നിന്നെങ്കിലും കിട്ടുന്ന വിവരങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരികയല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അതിന് രേഖകൾ സഹിതമാണ് പറയാൻ ശ്രമിക്കാറ് വീഡിയോകളിൽ. ഞാൻ ഇന്ന് പറയുന്നത് ഈ സമാന BJPയും കോൺഗ്രസും ഇന്ന് കൃത്യമായിട്ട് രണ്ട് വശങ്ങളിൽ, വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. പക്ഷെ അവ രണ്ടിനും വലിയ സാമ്യതകളുണ്ട്. കോൺഗ്രസ് ആയി മാറുമോ BJP, അല്ലെങ്കിൽ BJP കോൺഗ്രസ് മുസ്ലിം ലീഗായി മാറിയതുപോലെ ഇന്ന് മുസ്ലിം ലീഗ് സ്വതന്ത്ര പൂർവ്വ കാലഘട്ടത്തിൽ എന്താണോ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, അതേ ആരോപണങ്ങൾ ഇന്ന് കോൺഗ്രസ് BJPക്കെതിരെ ഉന്നയിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗ് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ അണുവിട തെറ്റാതെ സ്വാതന്ത്ര്യത്തിന് ശേഷം BJP ഭരണത്തിലെത്തിയതിനു ശേഷം കോൺഗ്രസ് BJPക്കെതിരെ ഉന്നയിക്കുന്നു. രസകരമായ കാര്യമാണത്, അല്പം കൗതുകം ജനിപ്പിക്കുന്നതാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എഴുതിയ ഏറ്റവും അധികം ആളുകൾ വായിച്ചൊരു പുസ്തകമാണ് ഇത്. ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്, ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ എഴുതിയതാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നാണ് ഇത്. DC ബുക്സ് ആണ് ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ 39-ാം പേജിൽ അവർ പറഞ്ഞു വെക്കുന്നു. നോക്കൂ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. തുടക്കത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ഉയർന്ന ബുദ്ധിജീവി മണ്ഡലത്തിൽ ഒതുങ്ങി നിന്നു. അതിൽപ്പെട്ട ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോളിരുമി ഒരു പൊതുലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കവേ സാമുദായിക ഭിന്നതകളെ അവഗണിച്ചു. വിരോധാഭാസം എന്ന് പറയട്ടെ, ആ ഒത്തൊരുമയ്ക്ക് ശൈഥില്യം വരുത്തിയത് ഗാന്ധിയാണ്. ഹിന്ദു മുസ്ലിം ഒത്തൊരുമയ്ക്ക് ശൈഥില്യം വരുത്തിയത് ഗാന്ധിയാണെന്നാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം അതെങ്ങനെയാണെന്നും കൂടി അവർ പറയുന്നുണ്ട്. ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം ആധ്യാത്മികതയുള്ള ഒരു മേഖലയിൽ സ്വാതന്ത്ര്യ സമരത്തിന് മതപരമായ കുരിശുയുദ്ധത്തിന്റെ രൂപം കൈവരിക്കുക എന്നത് അനിവാര്യമായിരുന്നു. ഗാന്ധി അതിനെ അങ്ങനെ ആക്കി തീർക്കുകയും ചെയ്തു. ഗാന്ധിയേക്കാൾ കൂടുതൽ സഹിഷ്ണുതയുള്ള, അദ്ദേഹത്തെ പോലെ മതപരമായ പക്ഷപാതങ്ങളുടെ നേരിയ കറ പോലും തീണ്ടാത്ത ഒരു വ്യക്തി ഒരിക്കലും ഉണ്ടായിട്ടില്ല. തന്റെ പ്രസ്ഥാനത്തിന്റെ ഓരോ ഘട്ടത്തിലും മുസ്ലിങ്ങളെ പങ്കാളികളാക്കുവാൻ അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹം ഒരു ഹിന്ദുവായിരുന്നു. ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത സത്ത തന്നെ. അനിവാര്യമായും മനഃപൂർവ്വമല്ലാതെയും ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിന് ഒരു ഹിന്ദു സ്വരവും നിറവും വന്നു തുടങ്ങി. ഇത് മുസ്ലിങ്ങളുടെ സംശയം ഉണർത്തി. നോക്കൂ, ഗാന്ധി കൃത്യമായിട്ടൊരു സനാതനി എന്ന സനാതന വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഒരു നോക്കൂ, അദ്ദേഹം പറഞ്ഞ വൈഷ്ണവ ജനത്തോ അല്ലെങ്കിൽ രഘുപതി രാഘവ രാജാറാം, അതിലെ വരികളൊക്കെ മാറ്റി ഈശ്വര അല്ല തേരേനാം എന്നൊക്കെ ആക്കിയെങ്കിലും അത് ഭജൻസ് ആയിരുന്നു. ഒരു ഹിന്ദു മാനം അദ്ദേഹം അതിന് നൽകി. അപ്പോൾ ഹിന്ദു മുസ്ലിം വൈരം തുടങ്ങി വെക്കാൻ, ഇല്ലെങ്കിൽ ഭിന്നത തുടങ്ങി വെക്കാൻ ഒരു പരിധിവരെ കാരണം ഗാന്ധിജി ആയിരുന്നു കോൺഗ്രസിനെ ഒരു ഹിന്ദു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗുകാർക്ക് ചാപ്പയടിക്കാൻ കാരണമായത് ഗാന്ധിജി തന്നെ ആയിരുന്നു എന്നാണ് ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസും ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ മുൻപ് പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കോൺഗ്രസ് ഇന്നത്തെ BJP ആണ് എന്ന് പറഞ്ഞാൽ പലരും നെറ്റിച്ചുളിക്കും. യാഥാർത്ഥ്യം എന്താണെന്ന് പറയാം. അന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നോക്കൂ, 1938 ലിയാഖത്ത് അലി ഖാൻ എന്ന് പറയുന്ന അവരുടെ ഒരു നേതാവ്, അദ്ദേഹം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും പഠനത്തിന് ഒരു കുറ്റാരോപണം എന്ന നിലയ്ക്ക് ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. പിർപ്പൂർ റിപ്പോർട്ട് എന്നാണ് അത് പറയുന്നത്. പ്രധാനപ്പെട്ട 40 ആരോപണങ്ങളാണ് കോൺഗ്രസിനെതിരെ. അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ വായിക്കാം, ഇന്നും പ്രസക്തമാണവ. അതിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ, കോൺഗ്രസ് മന്ത്രിസഭകൾ, അവിടെയൊക്കെ പ്രാദേശിക ബ്രിട്ടീഷുകാർക്ക് കീഴിൽ തന്നെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഭരണത്തിലുണ്ടായിരുന്നു പല പ്രവിശ്യകളിലും. അത്തരം കോൺഗ്രസ് മന്ത്രിസഭകളിൽ മുസ്ലിങ്ങളിൽ വിശ്വാസം സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ്. പിന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുന്നത്. പ്രധാനപ്പെട്ട മാത്രം ഞാൻ വായിക്കാം.
ഒന്ന്, കോൺഗ്രസ് പതാകയെ ഔദ്യോഗിക ദേശീയ പ്രതീകമാക്കി മാറ്റുവാൻ ശ്രമിച്ചു. നോക്ക്, ഇന്നത്തെ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് പതാകയെ ഇതിന്റെ, അതായത് മുസ്ലിം ലീഗ് അത് പറയുന്നത് കോൺഗ്രസിന്റെ പതാകയെ ഔദ്യോഗിക ദേശീയ പ്രതീകമായി ഉയർത്താൻ ശ്രമിച്ചു എന്നാണ്. പിന്നെ അതായത് 10ാമത്തെ ആരോപണമാണ് വളരെ നമ്മൾ ഇന്ന് ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വന്ദേമാതര വിവാദ സാഹചര്യത്തിൽ പ്രസക്തമായി നിൽക്കുന്നത്, വന്ദേമാതരം മുസ്ലിങ്ങളിൽ നിർബന്ധമായി അടിച്ചേൽപ്പിച്ചു. പിർപ്പൂർ റിപ്പോർട്ടിന്റെ 10ാമത്തെ കുറ്റാരോപണമാണ് കോൺഗ്രസിനെതിരെയുള്ള. വന്ദേമാതരം മുസ്ലിങ്ങൾ നിർബന്ധമായി അടിച്ചേൽപ്പിച്ചു. ആ പേജ് നമ്പർ 12-18 ഇനി 11ാമത്തേത്, വന്ദേമാതരത്തിന്റെ ചില ഭാഗങ്ങൾ മുസ്ലിം മതവിശ്വാസങ്ങൾക്ക് അംഗീകരിക്കാനാവാത്തതെന്ന പരാതി അവഗണിച്ചു. ഇനി ഒന്നുകൂടി 12ാമത് ഇത് തന്നെയാണ് പറയുന്നത്. 12ാമത് പേജ് നമ്പർ 15 വരെ, സർക്കാർ സ്കൂൾ പരിപാടികളിൽ വന്ദേമാതരം പാടാൻ മുസ്ലിം വിദ്യാർത്ഥികളെ നിർബന്ധിച്ചു. 13ാമത്തെ ആരോപണം, മുസ്ലിങ്ങൾ എതിർത്തിട്ടും കോൺഗ്രസ് അതിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല. അതൊരു കാരണം. ഇനി അടുത്തത് പറയുന്നത്, ഹിന്ദിക്ക് ഭരണത്തിലും വിദ്യാഭ്യാസത്തിലും അമിത പ്രാധാന്യം നൽകി ഉറുദുവിന്റെ സ്ഥാനം കുറയ്ക്കാൻ ശ്രമിച്ചു. നോക്കൂ, ഇന്ന് BJPക്കെതിരെ, അന്ന് കോൺഗ്രസിനെതിരെ എന്താണോ ആരോപണം വെച്ചാൽ അത് വേറൊരു തരത്തിൽ, അതായത് പ്രാദേശികവാദം, തമിഴ്, അങ്ങനെയുള്ള പ്രാദേശിക ഭാഷാ വികാരം ഉണർത്തിക്കൊണ്ട് ഇന്ന് ചില പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് പോലെ തന്നെ അന്ന് ഉറുദുവിനെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞത് ഉറുദുവിന്റെ സ്ഥാനം കുറയ്ക്കാൻ ശ്രമിച്ചു. ഹിന്ദി ദേവനാഗരി പ്രചരണത്തിന് സർക്കാർ സംവിധാനത്തിന്റെ പിന്തുണ നൽകി. ഇന്നും അത് വലിയൊരു ആരോപണമാണല്ലോ, ഹിന്ദി പ്രചാരണത്തിന് അല്ലെങ്കിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഇനി നമ്മുടെ PM ശ്രീ പദ്ധതി അതുപോലെ തന്നെ PM ശ്രീ പദ്ധതി പോലെ ഒരു പദ്ധതി അന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്നിരുന്നു. വിദ്യാമന്ദിർ എന്നാണ് അതിനെക്കുറിച്ച് 19ാമത്തെ അഭിപ്രായം പറയുന്നത്. വിദ്യാമന്ദിർ വിദ്യാഭ്യാസ പരിപാടികളെ മുസ്ലിങ്ങൾക്കെതിരായ സാംസ്കാരിക പരിപാടിയായി അവതരിപ്പിച്ചു. 19ാമത്തെയാണ്. അതായത് വിദ്യാമന്ദിർ വിദ്യാഭ്യാസ പരിപാടിയെ സ്കൂളുകളിൽ ഹിന്ദു സാംസ്കാരിക ചിഹ്നങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. ഈ വിദ്യാമന്ദിർ പരിപാടി എന്ന് പറഞ്ഞാൽ അവർക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക, ഗ്രാമങ്ങളിൽ ഒരു 40 കുട്ടികൾ വീതമുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, കൃഷി അവരെ പഠിപ്പിക്കുക, അതോടൊപ്പം തന്നെ എഴുത്തും വായനയും പഠിപ്പിക്കുക, അവർക്ക് മറ്റ് ചരിത്രങ്ങൾ പഠിപ്പിക്കുക. അങ്ങനെയായിരുന്നു അവരുടെ തൊഴിലും ഉപജീവന മാർഗം എല്ലാം ഒരുമിച്ച്, പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു വിദ്യാമന്ദിർ എന്നുള്ളത്. മന്ദിർ എന്ന് പറഞ്ഞാൽ അമ്പലം എന്നാണല്ലോ, അതിനർത്ഥം വരാണെങ്കിലും സരസ്വതി ക്ഷേത്രം അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റിലാണ് അത് കൊണ്ടുവന്നതെങ്കിലും മുസ്ലിം ലീഗ് പറഞ്ഞു അത് ഹൈന്ദവവൽക്കരണമാണെന്ന്. ഇന്നത്തെ PM ശ്രീ പദ്ധതിക്കെതിരെ എന്താണോ പറയുന്നത് അതുപോലെ. ഇനി ഗോസംരക്ഷണം, 22ാമത്തെ, ഗോസംരക്ഷണ നയങ്ങൾക്ക് കോൺഗ്രസ് സർക്കാരുകൾ പ്രത്യേക പ്രാധാന്യം നൽകി. മുസ്ലിം ലീഗിന്റെ മറ്റൊരു ആരോപണമാണ്, ഗോസംരക്ഷണ നയങ്ങൾക്ക് കോൺഗ്രസ് സർക്കാരുകൾ പ്രത്യേക പ്രാധാന്യം നൽകി. പശുവിനെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട മുസ്ലിം അവകാശങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതൊക്കെയാണ്. മുസ്ലിം മതഘോഷയാത്രകൾ, മതാചാരങ്ങൾ സംബന്ധിച്ച് വിവേചനമുണ്ടായി. ഹിന്ദു ഘോഷയാത്രകളുടെ ശബ്ദം മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയെന്ന പരാതികൾ ഉണ്ടായിരുന്നു. അതൊക്കെയാണ്. പിന്നെ സർക്കാർ ജോലികളിൽ മുസ്ലിങ്ങൾക്ക് മതിയായ പ്രാധാന്യം നൽകിയില്ല. നോക്കൂ, ഇന്നും ഞങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് ഇപ്പോഴും പ്രസക്തമാണ്. കേരളത്തിൽ അത് അവതരിപ്പിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ സ്കൂളുകൾ നമ്മുടെ സർക്കാർ മേഖലയിൽ ഇല്ലെങ്കിൽ എയ്ഡഡ് മേഖലയിൽ നിരവധി സ്കൂളുകൾ ആ സമുദായത്തിന് വിദ്യാഭ്യാസ വകുപ്പ് കയ്യിലുള്ളത് കൊണ്ട് അവർ അനുവദിച്ചു. അത്തരം ചിന്തകൾ നോക്കണം. മൊത്തത്തിൽ കോൺഗ്രസ് ഭരണം മുസ്ലിം രാഷ്ട്രീയ, മത, ഭാഷ, സാംസ്കാരിക താല്പര്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് റിപ്പോർട്ട് നിഗമനം ചെയ്തു. നോക്കൂ എങ്ങനെയുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം തന്നെയല്ലേ BJPക്കെതിരെ എന്ന് കോൺഗ്രസ് പറയുന്നത്. ഈ ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ഒരിക്കൽ മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നു എന്നത് ഓർക്കുമ്പോഴാണ് ചരിത്രത്തിൽ ഇത്തരം കൗതുകകരമായ കാര്യങ്ങൾ ചരിത്രം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നന്ദി, നമസ്കാരം.